Hello and welcome to the new video. In this video, I'll give you an overview of the Fourier analysis, that is Fourier series and Fourier spectrum. I will also touch upon something like the Fourier Z transform and Laplace transform also. Okay. അപ്പോൾ നമ്മളിതിൽ ബേസിക്കലി ഫൊറിയർ അനാലിസിസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. എന്നാലും ഫൊറിയർ സീരീസ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ ഫൊറിയർ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ജസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോമും എന്താണ് എന്നുള്ളതും കൂടി അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും കൂടി ഇവിടെ ജസ്റ്റ് പറഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം പറയുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്നുള്ള ഒരു ഇതിൻ്റെ ബേസിസിലാണ്. കാരണം ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ് ആണ്. സോ ബേസിക്കലി എല്ലാം മാത്തമാറ്റിക്സിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്? ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, അതിൻ്റെ ആവശ്യം എന്താ സീരീസ് ഉള്ളപ്പോൾ. ഇനിയിപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ വീണ്ടും ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഒക്കെ ആവശ്യം എന്താ? കാരണം നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണും, വേറെ മോഡ്യൂളുകൾ അല്ലെങ്കിൽ ചാപ്റ്ററുകളിലായിട്ട്. അപ്പോൾ ഇവരെ എല്ലാറ്റിൻ്റെയും ആവശ്യം എന്താണ് എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി രണ്ട് ഭാഗമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാർട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, വി ഹാവ് ദ അനാലിസിസ് പാർട്ട്, ദെൻ സെക്കൻഡ് ഈസ് ദ ഡിസൈൻ പാർട്ട്. സോ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫൊറിയർ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു അനാലിസിസ് പാർട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡിസൈൻ പാർട്ടും ഉണ്ട്. സോ ഈ അനാലിസിസ് പാർട്ട് അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതായത് ഫൊറിയർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. ആരുടെ ഫൊറിയർ അനാലിസിസ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. സോ ഫൊറിയർ അനാലിസിസ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ അനാലിസിസ് പെർഫോം ചെയ്യാനാണ്. അപ്പോൾ ഈ അനാലിസിസ് പെർഫോം ചെയ്യാൻ അപ്പോൾ വീണ്ടും എന്തിനാ ഒരു സീരീസും ഒരു ട്രാൻസ്ഫോമും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് സിഗ്നൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും ഉണ്ട്. ഇതൊരു കാര്യം, ഈ രണ്ട് കേസിൻ്റെയും അനാലിസിസ് വരണം. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫൊറിയർ അനാലിസിസ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഫൊറിയർ സീരീസ് ഒരെണ്ണം, ഫൊറിയർ ട്രാൻസ്ഫോം ഒരെണ്ണം. ഈ ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോം ഈ രണ്ടിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂസ് ടൈമിലും ചെയ്യാൻ പറ്റും, ഡിസ്ക്രീറ്റ് ടൈമിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ എന്തിനാണ് ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം? അവിടെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. അതായത് ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സിഗ്നലിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഫൊറിയർ സീരീസ് നമുക്ക് ഈ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെയാ? ബേസിക്കലി നമുക്ക് സിഗ്നൽസ് രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ്? ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഏതാ? പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് സിഗ്നൽസ് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ പീരിയോഡിക് എന്താ, നോൺ പീരിയോഡിക് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ അതിനെയാണ് നമ്മൾ പീരിയോഡിക് എന്ന് പറയാം. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ഡൊമൈനിലും പറയാം, ഡിസ്ക്രീറ്റിലും പറയാം. സോ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു സിഗ്നൽ പീരിയോഡിക് ആവണം വിത്ത് പീരിയഡ് ടി എങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരണം? സെയിം സിഗ്നൽ. അത് ടി പ്ലസ് ആവാം മൈനസ് ആവാം. അതായത് അങ്ങോട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും, സെയിം സിഗ്നൽ ആയിരിക്കും. ഇത് കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ നമുക്ക് ഇത് പറയാം. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിലും നമുക്കത് അതേപോലെ കിട്ടണം. അതായത് എക്സ് ഓഫ് എൻ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കെ എടുക്കുകയാണെങ്കിൽ എന്തായിട്ട് കിട്ടണം? എക്സ് ഓഫ് എൻ തന്നെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് എന്ന് പറയാം? പീരിയോഡിക് എന്ന് പറയാം. അതാണ് നമ്മുടെ പീരിയോഡിക്കിലെ സിഗ്നലും, കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നലും. സോ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എന്ന് പറയും? പീരിയോഡിക് എന്ന് പറയും. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നമുക്ക് ഈ രീതിക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതുപോലെ ഡിസ്ക്രീറ്റിലാണെങ്കിൽ ഈ രീതിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് അനാലിസിസിന് വേണ്ടിയിട്ടാണ്, അനാലിസിസ് പർപ്പസിനാണ് നമ്മൾ ഫൊറിയർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ പീരിയോഡിക് സിഗ്നലിന് സെപ്പറേറ്റും നമ്മൾ പറയണം, അതേപോലെ തന്നെ നോൺ പീരിയോഡിക്കിന് സെപ്പറേറ്റും ആണ്. അപ്പോൾ അതിൽ പീരിയോഡിക് സിഗ്നൽസിൻ്റെ അനാലിസിസിന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് വരുന്നത്. ഓക്കെ. സോ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ പീരിയോഡിക്കിനും നോൺ പീരിയോഡിക്കിന് ഉപയോഗിക്കുന്നതാണ് ഫൊറിയർ
ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ. ഈ ഫോറിയർ സീരീസ് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ രണ്ട് കേസിലും വരാം, കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും വരാം. അതായത് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും വരും, അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും വരും. അതിനാണ് CTFS DTFS എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പോൾ ഫോറിയർ സീരീസ് പീരിയോഡിക് സിഗ്നൽസിന്റെ അനാലിസിസിനാണ്, അതേപോലെ നോൺ പീരിയോഡിക് സിഗ്നലിന്റെ അനാലിസിസിന് ഉപയോഗിക്കുന്ന ടൂളാണ്. ഇതൊക്കെ മാത്തമാറ്റിക്കൽ ടൂൾ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അതിനെയാണ് ഫോറിയർ എന്താ പറയുക ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഏതൊക്കെ ഉണ്ട്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക്സ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിന്റെ അനാലിസിസ് പാർട്ടിൽ വരുന്നതാണ് ഫോറിയർ അനാലിസിസ് എന്നാണ് അതിനെ പറയുക. അതാണ് ഞാൻ ഇതിന്റെ ടൈറ്റിലായിട്ട് പറഞ്ഞതാണ് ഫോറിയർ അനാലിസിസ് ഉണ്ട്. ഇപ്പോൾ ഫോറിയർ അനാലിസിസ് പാർട്ടിൽ വരുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ഉണ്ട്, നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ഉണ്ട്, അതിൽ തന്നെ പീരിയോഡിക്കും നോൺ പീരിയോഡിക്കും ഉണ്ട്. അപ്പോൾ ഈ പീരിയോഡിക് സിഗ്നലിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഫോറിയർ സീരീസ് ഉപയോഗിക്കുന്നത്. നോൺ പീരിയോഡിക്കിന്റെ അനാലിസിസിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂളാണ്, യൂസ് ചെയ്യുന്ന ടൂളാണ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് എന്നുള്ള ഇതിലൊക്കെ അതായത് ഈ റെപ്രസെൻറ്റേഷൻ ഫോറിയർ സീരീസ് എന്നുള്ളത് ബേസിക്കലി സൈനുസോഡ് കുറേ സൈനുസോഡൽ സിഗ്നൽസിന്റെ സമ്മൊക്കെ ആയിട്ട് എഴുതുന്നതിന് റെപ്രസെൻറ്റേഷനാണ് ഈ ഫോറിയർ സീരീസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒന്നില്ലെങ്കിൽ എന്താ പറയുക സൈനുസോഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലൊക്കെ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ ഡിഫറെൻറ്റ് ടൈപ്പും ക്ലാസിഫിക്കേഷനൊക്കെ പതുക്കെ വരുന്നുണ്ട്. അതിന്റെ എക്സിസ്റ്റൻസിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോകളിൽ പഠിക്കും. അപ്പോൾ വേറൊരു സംശയം വരാം, ഇപ്പോൾ ഓൾറെഡി അനാലിസിസിന് വേണ്ടിയിട്ട് എന്ത് കഴിഞ്ഞു, ഈ പീരിയോഡിക് എന്താ ഫോറിയർ സീരീസും ഫോറിയർ ട്രാൻസ്ഫോമും കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഡിസൈൻ പർപ്പസിന് ഉപയോഗിക്കുന്ന രണ്ട് ആൾക്കാരാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോമും. കാരണം ഇപ്പോൾ ഡിസൈനിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇപ്പോൾ ഡിസൈൻ പറയുകയാണെങ്കിലും നമുക്ക് രണ്ട് ടൈപ്പ് സിഗ്നൽസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സിസ്റ്റംസ് ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ പറയാമല്ലോ. ഏതൊക്കെയാണ്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ പ്രോസസ്സിംഗ് നടത്തുന്ന കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട്. ഇപ്പോൾ ഡിസൈനിൽ ഇതൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടിന്യൂസ് ടൈമും വരും, ഡിസ്ക്രീറ്റ് ടൈം വരും. ഈ കണ്ടിന്യൂസ് ടൈമിന്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്, ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, സോ ലാപ്ലേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈമിലും ഡിസ്ക്രീറ്റ് ടൈമിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്നതാണ് സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇതൊക്കെ മാത്തമാറ്റിക്കൽ ടൂളുകളാണ് ബേസിക്കലി. ഇതെല്ലാം ഓരോ ഈ പാർട്ട് ഫോറിയർ പാർട്ട് എന്ന് പറയുന്ന അനാലിസിസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡിസൈൻ പാർട്ടിന് ഉപയോഗിക്കുന്ന രണ്ട് ട്രാൻസ്ഫോംസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം, സെഡ് ട്രാൻസ്ഫോം. ലാപ്ലേസ് അപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, കണ്ടിന്യൂസ് ടൈമിന്റെ ഡിസൈനിന് വേണ്ടിയിട്ടാണ്, മറ്റേത് ഡിസ്ക്രീറ്റ് ടൈമിന്റെ ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണ്ടി വരില്ല നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസിന്റെ നമുക്ക് റെപ്രസെൻറ്റേഷൻ വരിക ഏത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് വരിക അല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഇതിന്റെ കേസിൽ വരിക. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ വരിക, ഡിഫറൻസ് ഇക്വേഷൻസ് ആണ് വരിക. അപ്പോൾ ഇവരുടെ അനാലിസിസ് എന്ന് പറയുന്നത് ആ ഡൊമൈനിൽ തന്നെ, അതായത് ടി ഡൊമൈനിൽ അല്ലെങ്കിൽ എൻ ഡൊമൈനിൽ, ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം നമ്മൾ ടി ഡൊമൈനിലും ഡിസ്ക്രീറ്റ് നമ്മൾ എന്നിലാണ് പറയുക. സെയിം ഡൊമൈനിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റുന്നത്, ട്രാൻസ്ഫോം ഡൊമൈനിലേക്ക്, അതായത് ട്രാൻസ്ഫോം ഫ്രീക്വൻസി ഡൊമൈനിലേക്ക്, ലാപ്ലേസിലേക്ക് മാറ്റും. കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ, ഡിസ്ക്രീറ്റിന്റെ കേസിൽ സെറ്റ് ഡൊമൈനിലേക്ക് മാറ്റി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോമും വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഈ ഫോറിയർ സീരീസ് എന്ന് പേര് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ജോസഫ് ഫോറിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അത് എന്താ പറയുക ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ജോസഫ് ഫോറിയർ അവരാണത് കണ്ടുപിടിച്ചതും അത് ഫോർമുലേറ്റ് ചെയ്യും ഒക്കെ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആളുടെ പേരിലാണ് എന്ത് കിടക്കുന്നത്. ആളൊരു ഫ്രഞ്ച് ഫിസിസ്റ്റും മാത്തമാറ്റീഷ്യനും ഫിസിസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ടൈമിന് പീരിയോഡിക്കിന് വേണ്ടിയിട്ട് ഫോറിയർ സീരീസും നോൺ പീരിയോഡിക്കിന് വേണ്ടിയിട്ട് ഫോറിയർ ട്രാൻസ്ഫോമും ഫോം ചെയ്തു. ഇങ്ങോർക്ക് പിന്നെ നമ്മൾ പറയുന്നതാണ് ഏതാ, ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത്. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുടെ പേരിന്റെ ബേസിലാണ് ആ ട്രാൻസ്ഫോമിന് ആ പേര് ഇട്ടിട്ടുള്ളത്, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത്. അതായത് ആളുടെ പേര് സൈമൺ ലാപ്ലേസ് എന്നായിരുന്നു, സൈമൺ ലാപ്ലേസ്. അപ്പോൾ അങ്ങനെയാണത് ഇൻവെന്റ് ചെയ്തത് ഈ ട്രാൻസ്ഫോം. കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ നമുക്ക് ട്രാൻസ്ഫോം ഇൻവെന്റ് ചെയ്തിട്ടുള്ള ആള് പയറി സൈമൺ ആയിരുന്നു. അങ്ങനെ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇതൊരു ഇന്റഗ്രൽ ട്രാൻസ്ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ലാപ്ലേസ് എന്ന് പറയുന്നത് ഒരു
എന്താ പറയുക ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ആണ്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ആണ് ബേസിക്കലി. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തതെങ്കിലും പിന്നീട് അതൊരു ഇൻവെൻറ്റ് ചെയ്തത് ലാപ്ലേസ് ആണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആള് ഒലിവർ ഹെവിസൈഡ് ആണ്. അങ്ങനെയാണ് അത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് ഓരോ അതിന് ഡിസൈൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നത്. ഒരു ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആയിരുന്നു. അതായത് ടു സിംപ്ലിഫൈ ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ പ്രോസസ്. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തത് ആരായിരുന്നു? ഒലിവർ ഹെവിസൈഡ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് അറിയപ്പെടുന്നത് ലാപ്ലേസിൻ്റെ പേരിൽ. പിന്നെ ഉള്ളതാണ് അപ്പോൾ അത് നമ്മളെ കണ്ടിന്യൂസ് ടൈം പിന്നെ വരുന്നതാണ് ഇത് നമ്മുടെ സെഡ് ട്രാൻസ്ഫോം. ഈ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ ലാപ്ലേസിന് അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. എങ്കിലും അത് എന്താ പറയുക അന്ന് അങ്ങോട്ട് ഡെവലപ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് അതൊന്ന് എന്താ പറയുക റീഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ആൾ ഒരു 1947 ആ ടൈമിലാണ് റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു പേര് ഹ്യൂവിക് എന്നായിരുന്നു. ഹ്യൂവിക്സ് ഇവരാണ് അതും കൂടി റീഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, അതായത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റത്തിനെ റഡാറിൻ്റെ സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഒന്നും കൂടി ഫോർമുലേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് സെറ്റ് ട്രാൻസ്ഫോം എന്നുള്ള പേരിലേക്ക്, ഇപ്പോൾ ഇതൊരു ട്രാൻസ്ഫോം എന്നുള്ള രീതിയിലുണ്ടായിരുന്നുള്ളൂ, അത് ഒന്നുകൂടി സെറ്റ് ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞാൽ അത് പേരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സാഡെ ആൻഡ് രഗാസിനി ആണ്. അപ്പോൾ അതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോമും ലാപ്ലേസ് സീരീസും ലാപ്ലേസ് ട്രാൻസ്ഫോമും സെഡ് ട്രാൻസ്ഫോം വരും. സോ ഫൊറിയർ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഫൊറിയർ സീരീസും ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്. അത് തന്നെ പീരിയോഡിക്കിൻ്റെ ആണെങ്കിൽ ഫൊറിയർ സീരീസ് ഉപയോഗിക്കും, നോൺ പീരിയോഡിക്കിൻ്റെ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമും സെഡ് ട്രാൻസ്ഫോമും ഉപയോഗിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ടൈമിൻ്റെതിന് വേണ്ടിയിട്ടാണ്. സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? ഡിസ്ക്രീറ്റിൻ്റെതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തമ്മിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ഒക്കെ ആയിട്ട് പഠിക്കുമെങ്കിലും എല്ലാം പരസ്പരം നമുക്ക് റിലേറ്റ് ചെയ്ത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നും കണ്ടെത്താനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ അവസാനത്തിൽ ആ റിലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും.